നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. പോയ വാരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിരുന്നു വാർത്തയിൽ ഏറെ ഇടം പിടിച്ചതും സിംഹഭാഗം കൈയടക്കിയതും. ഉയരത്തിൽ നിന്നും താഴ്ചയിലേക്കുള്ള വീഴ്ചയും കണ്ടു ഈ കഴിഞ്ഞ ആഴ്ചയിൽ. പ്രധാനമായും ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും എല്ലാ ആഴ്ചയിലെയും പോലെ ഈ ആഴ്ചയും ഉണ്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രി അയൽ രാജ്യങ്ങളിലെ ആളുകളുമായി ചർച്ചയ്ക്ക് തയ്യാറെടുത്തു. സഭയ്ക്ക് 2 പുതിയ മെത്രാന്മാരെ കൂടി ലഭിച്ചു. ഇങ്ങനെ പോകുന്നു വാർത്തകൾ. ഈ വാർത്തകളിലെല്ലാം നമ്മളുടെ മനസ്സിൽ സ്പർശിച്ച ഒരു വാർത്തയുണ്ടാകും. ആ വാർത്ത ഏതാണ് എന്ന് നോക്കുന്നതാണ് ഈ പരിപാടിയിലൂടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ചങ്കിൽ തെറ്റിയ വാർത്തയിലേക്ക് സ്വാഗതം. അഞ്ജലി, ഈ കഴിഞ്ഞ ആഴ്ചയിൽ നിരവധി വാർത്തകളാണ് ഉണ്ടായത്. നിരവധി വാർത്തകൾ നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. ജോൺ, എന്താണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ജോണിനെ സ്പർശിച്ച ആ വാർത്ത? എന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ ചിന്തിപ്പിച്ചതും വളരെ വേദനിപ്പിച്ചതുമായ ഒരു വാർത്തയാണ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ 8ഉം 10ഉം വയസ്സുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരു മതവിരോധി വെടിവെച്ചു കൊന്ന വാർത്ത. അപ്പൊ ഈ പറഞ്ഞതുപോലെ ക്രിസ്തു വിരോധം, ക്രൈസ്തവ വിരോധം ലോകമെങ്ങും, ഇന്ത്യയിൽ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും കത്തി അമരുന്ന ഒരു സമയത്താണ് ഇതുപോലെയുള്ള വേറൊരു വാർത്ത അമേരിക്കയിൽ നിന്നും വന്നത്. ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള, ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരാൾ, 23 വയസ്സുകാരൻ, ഒരു സ്കൂളിൽ, അതായത് മിനസോട്ടയിലെ മിനിയാപോളിസിലെ ഒരു സ്കൂളിൽ വെച്ചിട്ട്, അവിടുത്തെ ദേവാലയത്തിൽ വെച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കുന്ന ഒരു സംഭവം. അപ്പോൾ ആ സമയത്ത് വിദ്യാർത്ഥികളെല്ലാം ദിവ്യബലിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജനലിലൂടെ വന്ന ആ വ്യക്തി നിറയൊഴിക്കുകയും, അപ്പോൾ 2 കുട്ടികൾ, 8ഉം 10ഉം വയസ്സുള്ള കുട്ടികൾ മരിച്ചു. അതേസമയം ബാക്കി 17ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അത് കഴിഞ്ഞ് 27-ാം തീയതി സംഭവിച്ചൊരു ദുരന്തമായൊരു പൂർണ്ണമായൊരു വാർത്തയായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഈ പല സ്ഥലത്തും പല സ്കൂളുകളിലും വെടിവെച്ചിരിക്കുന്നത് ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇത് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ വ്യക്തി, ഈ പറയുന്ന ട്രാൻസ്മെൻ ആയുള്ള വ്യക്തി, റോബിൻ വെസ്റ്റ്മൻ എന്ന പേരുള്ള ഈ വ്യക്തി ഇതിനു മുമ്പ് യൂട്യൂബ് ചാനലിൽ, ഈ വെടിവെപ്പിന്, ഈ സംഭവത്തിന് മുമ്പ് യൂട്യൂബ് ചാനൽ ഇറക്കിയ ഒരു വീഡിയോ വളരെ ലോകത്തിന് മുമ്പിൽ, ഈ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതിനു മുമ്പ് പലരും ആ വീഡിയോ കണ്ടിരുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് യഹൂദരെ നശിപ്പിക്കുക, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുക, ഇന്ത്യയെ നശിപ്പിക്കുക, അതുപോലെ തന്നെ ട്രംപിനെ നശിപ്പിക്കുക, അങ്ങനെയുള്ള കുറേ വാചകങ്ങളായിരുന്നു പ്രത്യേകം. അപ്പം കൂടുതലും യഹൂദ വിരുദ്ധത, ക്രൈസ്തവ വിരുദ്ധതയാണ് കൂടുതലായിട്ടും ഈ പറയുന്ന ഇവരിൽ നിന്ന്, ഇതുപോലെയുള്ള പലരിൽ നിന്നും പ്രതിഫലിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നടന്ന സംഭവം, സ്പെയിനിൽ ഉണ്ടായ ഒരു സംഭവം, അതൊരു വാർത്തയായിരുന്നു, നമ്മുടെ ചാനലിൽ തന്നെ വാർത്തയായിരുന്ന കാര്യമായിരുന്നു. ആദ്യം അവിടെ ഒരു ആരാധന ചാപ്പലിൽ, സ്പെയിനിൽ ഒരു ആരാധന ചാപ്പലിൽ, വെനൻസിയയിലെ ആരാധന ചാപ്പലിൽ ഒരു മതവിരോധി, ഈ മതവിരോധി എന്ന് പറയുന്നത് ഇതുപോലെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. ഈ പറയുന്ന അവിടെയുള്ള ആരാധന സംബന്ധമായ കാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു വാർത്ത. അപ്പോൾ കൂടുതലും ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന, വോക്ക് കൾച്ചർ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ഇതുപോലെയുള്ളൊരു ക്രൈസ്തവ വിരുദ്ധ കൂടുതലായിട്ടും പ്രദർശിപ്പിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ആഴ്ച. അവർക്കെതിരായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, പക്ഷെ എങ്കിലും പറയാണ് എന്തുകൊണ്ടാണ് ഇവർ കൂടുതലും ക്രൈസ്തവ വിരുദ്ധത കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചങ്കിൽ തട്ടി ഈ വാർത്തയിൽ ഇത് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇവർ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നത്? വളർന്നു വരുന്ന ജനറേഷൻ മുമ്പിൽ വെടിയുതിർക്കുന്നുള്ള കാര്യമാണ് എൻ്റെ മനസ്സിലൊരു ചിന്തയായിട്ട് വരുന്നത്. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ കണക്റ്റിക്കട്ടിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു ടീനേജർ എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, ഇതുപോലെ ഒരു കുട്ടി ഇതുപോലെ കണക്റ്റിക്കട്ടിൽ സ്കൂളിൽ പോയിട്ട് കുറേ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കുകയും അവർ കുറച്ച് പേര് മരിക്കുകയൊക്കെ ചെയ്ത് വലിയൊരു സംഭവം വാർത്തയായിരുന്നു. അപ്പോൾ അമേരിക്കയിലാണ് ഇങ്ങനത്തെ സംഭവം കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു സീരീസ് ആയിട്ട്, ഒരു പരമ്പരയായിട്ട് തന്നെ, സ്കൂളിലെ വെടിവെപ്പ്, ചർച്ചിലെ വെടിവെപ്പ്, ഒരു സീരീസ് ആയിട്ട്, ഒരു പരമ്പരയായിട്ട് തന്നെ. തീർച്ചയായും ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൊള്ളുക, ഒരു കൂരമ്പ് പോലെ കൊള്ളുക എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 മാലാഖ കുഞ്ഞുങ്ങളാണ്. അവർ ജീവിതത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ. അവർ സ്കൂളിലേക്ക് പോവുകയാണ്. അവരുടെ യൗവനം, അതുപോലെ അവരുടെ സ്വപ്നങ്ങൾ, അതൊക്കെ ഒരുപാട് വലുതാണ്. അവരെക്കുറിച്ചുള്ള അവരുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. 2 കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് കുഞ്ഞ് മനസ്സിലേക്ക്, അല്ലെങ്കിൽ കുഞ്ഞു മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും വളരെയേറെ സന്തോഷം ഉണ്ടാകുന്ന ഒന്നാണ്. ആ 2 മാലാഖ കുഞ്ഞുങ്ങളെയാണ് ദാരുണമായി വെടിവെച്ച് കൊന്നത് എന്ന് പറയുന്നത് തന്നെയാണ് ഈ വാർത്ത നമ്മളുടെ ചങ്ക് ഉലയ്ക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതും
ക്രൈസ്തവ വിരോധം കൊണ്ട് മാത്രമാണ്. പിന്നെയുണ്ട് ഇത് ക്രൈസ്തവ വിരോധം കൊണ്ട് ഒരു ഭാഗത്തുണ്ട്. അതേസമയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ആക്രമണം നടത്തുന്നത് 35-നും 15-നും ഇടയിലുള്ള ഈ പറയുന്ന യുവാക്കളാണ് ഈ ആക്രമണങ്ങൾ കൂടുതൽ നടത്തുന്നത് എന്നുള്ളതാണ് വലിയൊരു കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ കാരണം? അതിന് പിന്നിലൊരു ബാക്കപ്പ് പോയിന്റ് ഞാൻ നിരീക്ഷിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ സോഷ്യൽ ഡിസിൻറ്റഗ്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സമൂഹത്തിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം ഒറ്റപ്പെട്ട തുരുത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതിന് കാരണം ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഒരു അനാസ്ഥയുണ്ട് അതിന് പിന്നിൽ, അതുപോലെ തന്നെ പഠനത്തിന്റെ, അതായത് മതപരമായ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ടീച്ചിങ് അതിൻ്റെ ഒരു തീക്ഷ്ണത ഈ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. വെസ്റ്റേൺ രാജ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നേരത്തെ നമ്മൾ പങ്കുവച്ചൊരു സംഭവം, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ചെറിയ പ്രായം ഒരു 18 വയസ്സായിട്ട് പോലും ഇല്ലാത്ത വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് പോലും ആത്മഹത്യ ചെയ്യുന്നത്? വളരെ നിസ്സാര കാര്യം, അല്ലെങ്കിൽ ഫോൺ വാങ്ങിച്ചെന്നില്ല, ബൈക്ക് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ട്? അത്രത്തോളം അവരുടെ മനസ്സ് ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ അതുപോലെ ആ സ്ഥിതി തന്നെയാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ കണ്ടുവരുന്നത്. പക്ഷെ അവർ ആത്മഹത്യ ചെയ്യുന്നതിലുപരി ഇവർ ഈ പറയുന്ന ഇവർക്ക് ഗൺ ലൈസൻസ് ഒക്കെ ഇവർക്ക് കിട്ടുമല്ലോ. അപ്പൊ ഈ പറയുന്ന ഗൺ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഇവർ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കും, വന്നിട്ട് സ്വയം ചാവും ചെയ്യും. അങ്ങനത്തെ അതും ചിന്തിക്കണം, ഈ പറയുന്ന 15-നും 35-നും ഇടയിൽ പ്രായമുള്ള യൗവനത്തിലുള്ള നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാവേണ്ട ആൾക്കാരാണ് ഇതുപോലെ മറ്റുള്ളവരെയും കൊന്ന് നമ്മൾ നശിപ്പിച്ച് ഇങ്ങനെ ജീവിതത്തിലേക്ക്. അതെ, ഇപ്പൊ തീർച്ചയായും കേരളത്തിലേക്ക് വരികയാണെങ്കിലും ജോൺ ഇത് പറഞ്ഞത് കൊണ്ടാണ് കേരളത്തിലേക്ക് വരുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ ആഴ്ച വല്ലാണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ കൊളുത്തി വലിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് സ്നേഹിച്ച പെൺകുട്ടിയെ കൊല്ലുന്ന ഒരു സംഭവങ്ങൾ. നമ്മൾ ഇഷ്ടം, സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്നത് പ്രണയിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആർക്കും വേണമെങ്കിലും ആരും പ്രണയിക്കാം, അതിന് തെറ്റൊന്നും പറയാനില്ല. ഇപ്പം ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിൽ പ്രണയിക്കാം. നീ എന്തിനാ പ്രണയിച്ചെന്ന് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. പ്രണയം ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഈ കൊലപാതകത്തിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷണം പോവുകയും തുടർന്ന് ഈ വീട്ടിലെ പെൺകുട്ടിയെ മംഗലാപുരത്ത് വെച്ച് കൊല്ലപ്പെട്ട നിലയിലും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വളരെ ക്രൂരമായി ബ്രൂട്ടലായ ഒരു കൊലപാതകമായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെ തന്നെയാണ്. പ്രണയിക്കുന്നു, അവസാനം പ്രണയം മടുത്തു കഴിയുമ്പോഴാണോ എന്നറിയില്ല കൊലപാതകത്തിലേക്ക് മാറുന്ന ഒരു പ്രവണത കണ്ടുവരികയാണ്. പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തികളുടെ പോസിറ്റീവ് വശങ്ങൾ എല്ലാം തന്നെ മാത്രമേ കാണുള്ളൂ, അല്ലേ? പോസിറ്റീവ് മാത്രമേ കാണുള്ളൂ. പിന്നെ പ്രണയം കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ഇതിൻ്റെ കുറേ നെഗറ്റീവ് കാര്യങ്ങളും പൊസസീവ്നെസ് എന്ന് പറയുന്ന വലിയൊരു സംഭവങ്ങളും ഒക്കെ ഉണ്ടാവുകയും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇയാളെ ഒഴിവാക്കുകയും വേണമെന്ന ഒരു ധാരണ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഈ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞതുപോലെ യൂത്തിൻ്റെ ഇടയിലാണ് ഈ കൊലപാതകങ്ങളും ആത്മഹത്യകളും കൂടുതൽ കൂടുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു സംഭവം വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പണ്ട് ഒരു 2010 മുതലുള്ള കാലഘട്ടങ്ങളാണ് തുടങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ നഗരങ്ങളിലൊക്കെയാണ് നമ്മളുടെ വീടെങ്കിൽ നമ്മളുടെ അയൽവക്കത്തൊക്കെ ഈ ലിവിങ് ടുഗദർ സംസ്കാരങ്ങൾ ഉണ്ട്. പലപ്പോഴും കുറേ നാൾ കഴിയുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുക, ഒരു ആത്മഹത്യയും ഒരു കൊലപാതകവും ഒക്കെ തിരിച്ചറിയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയായിട്ട് സംസാരിച്ചു, ട്രെയിൻ യാത്രയുടെ ഇടയിലായിരുന്നു സംസാരിച്ചത്. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ എന്നോട് കുട്ടി പറഞ്ഞ ഒരു കാര്യമാണ് ബെഞ്ചിങ് എന്ന് പറഞ്ഞൊരു സംഭവം. ബെഞ്ചിങ് ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ ബെഞ്ചിങ്? എനിക്ക് മനസ്സിലായില്ല, എന്താ ബെഞ്ചിങ് എന്ന് ചോദിച്ചു. ഇപ്പോൾ എനിക്കൊരു പ്രണയിക്കുന്ന ഒരാളുണ്ട്, ലവറുണ്ട്, അത് കൂടാതെ മറ്റൊരാളെ ഞാൻ സൈഡിൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. ബെഞ്ചിങ്. അതെ, അതെന്തിനാണ് അതിങ്ങനെ? അഥവാ ഇവൻ എന്നെ ചതിച്ചാലോ? ഓക്കെ, അപ്പൊ എനിക്ക് ഒരാൾ വേണമല്ലോ, അതിനാണ് ഈ ബെഞ്ചിൽ ഒരാളെ ഇരുത്തിയേക്കുന്നത്. അങ്ങനെ പ്രണയത്തിന്റെ മൊത്തം കോൺസെപ്റ്റ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ചാടി പുറപ്പെടുകയാണ് എന്താണ് എന്ന് പോലും അറിയാത്ത ഒന്നിലേക്ക്. അഞ്ജലിയുടെ മനസ്സിനെ ആകർഷിച്ച അല്ലെങ്കിൽ ഹൃദയത്തിൽ തട്ടിയ ആ ഒരു വാർത്ത എന്തായിരുന്നു? എല്ലാ ആഴ്ചയും ഇപ്പോ ഒരു സ്ഥിരം സംഭവമായി കൊണ്ടിരിക്കുകയാണ് ആത്മഹത്യകൾ എന്ന് പറയുന്നത്. ആത്മഹത്യ ഇന്ന കാരണം കൊണ്ടൊന്നുമില്ല, ഏത് കാരണം എടുത്താലും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ്. അതിൽ ഈ ആഴ്ച കടക്കെണി മൂലം ആത്മഹത്യ ചെയ്ത കുറച്ച് വാർത്തകൾ വന്നിരുന്നു. കടക്കെണി എന്ന് പറയുമ്പോൾ അത് ഒരാളെ ഏറ്റവും സ്പർശിക്കാവുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ഒരാള് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുക എന്ന് പറയുന്നത് തന്നെ അത് അയാൾക്ക് അത്രയും ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് മുന്നേറാൻ അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് വെക്കാനായിട്ട് ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കും അയാൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുക എന്ന് പറയുന്നത്. ആ ഒരു അവസരത്തില് അതിനെ ചൊല്ലി അപമാനിച്ചുകൊണ്ട് ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ചങ്കിൽ തട്ടുന്ന ഒരു വാർത്തയായിട്ടാണ് ഈ ആഴ്ച എനിക്ക് തോന്നിയത്. അതിൽ ഏറ്റവും പറയേണ്ട ഒരു കാര്യം ആര്യനാട് പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യയാണ്. ആള് കടം ഉണ്ടായിരുന്നു,
അതിനെ ചൊല്ലിയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന പേരില് പോസ്റ്ററുകൾ ഇറക്കുന്നു. ഒരു വ്യക്തിയെ എത്രത്തോളം അപമാനിതയാക്കാൻ സാധിക്കോ അത്രത്തോളം അപമാനിച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു. ഈ ഒരു സംഭവത്തില് ആ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവ് വളരെ വിഷമിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, മാക്സിമം ആ ഒരു വ്യക്തിനെ പിടിച്ചു നിർത്താനായിട്ട് നോക്കി, പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തില് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് ഏറ്റവും ബുദ്ധിമുട്ട് നമ്മുടെ കൂടെയുള്ള ഒരാള് ഏറ്റവും ബുദ്ധിമുട്ടില് കടന്നു പോകുമ്പോൾ അവരെ ഒന്ന് ഉയർത്താൻ നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു വാക്ക് കൊടുത്ത് അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരം എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം അപമാനിച്ച ആ ഒരു മരണത്തിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം നമ്മുടെ മൗലിക അവകാശത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. ശരിക്കും ഈ ആര്യനാട് പഞ്ചായത്ത് അംഗത്തിന്റെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഒരു ലംഘനം തന്നെയായിരുന്നു അവിടെ നടന്നത്. കടം വാങ്ങുക എന്ന് പറയുന്നത് നേരത്തെ അഞ്ജലി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാൾക്ക് ജീവിതത്തോടുള്ള ഒരു ആർത്തിയുണ്ട്. അവർക്ക് ഒരുപാട് നിരവധി സ്വപ്നങ്ങളാണ്. മുന്നോട്ട് പോകുന്തോറും നേടാനുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഇതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇവരുടെ ചെറിയൊരു ചവിട്ടുപടിയാണ് ഈ സാമ്പത്തികം എന്ന് പറയുന്നത്. മറ്റു പല ഘടകങ്ങളും ഉണ്ടെങ്കിൽ കൂടി സാമ്പത്തികം ഒരു ഘടകം തന്നെയാണ്. അപ്പം കടം വാങ്ങുന്നു, ആ കടം തീർക്കാനായി വലിയ പണം വീണ്ടും കടം വാങ്ങുന്നു, അങ്ങനെ വലിയ കടബാധ്യതയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. ഇത് കടബാധ്യത ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ താഴ്ചയിലേക്ക് പോകുമ്പോൾ ഒന്ന് പിടിച്ചുയർത്താൻ ഒരു കൈ നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ആ കൈ നീട്ടിക്കൊടുക്കാനുള്ള ഒരു മനസ്സ് എവിടെ ഉണ്ടാവണോ ആ മനസ്സുള്ളവനാണ് മനുഷ്യൻ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു വിചാരം, അല്ലെ? മനുഷ്യബന്ധങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം കാണാനില്ലാത്തൊരു സാഹചര്യമാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പരസ്പരം തന്നെ പോലെ തന്നെയുള്ള മറ്റൊരു വ്യക്തി എങ്ങനെയാണ് ഇത്രമാത്രം ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുക, അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുമ്പോൾ പരസ്പരമുള്ള മനുഷ്യബന്ധങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനുള്ള ചില മൂല്യങ്ങൾ മൃഗത്തിൽ നിന്ന് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവന്റെ ചിന്താശേഷി അല്ലെങ്കിൽ അവന്റെ മൂല്യങ്ങൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നാണ് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും അഭയ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം മൂല്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തറപ്പിച്ച് പറയാം. അത് തന്നെയാണ് ഈ ആത്മഹത്യകളിലൂടെയൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ ആത്മഹത്യ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയണം. ഇപ്പോൾ കുട്ടികൾ, അതായത് അമ്മ വഴക്ക് പറയുന്നു, കുട്ടി മുറി കയറി ആത്മഹത്യ ചെയ്യണു. എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഒക്കെ മനസ്സിന് നിയന്ത്രണമില്ലാതെ പോകുന്നതും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴും നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ മൂല്യങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ കൂടെ ഉള്ള ഒരാളെ കൈപിടിച്ച് ഉയർത്താൻ നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന വലിയൊരു ചോദ്യം തന്നെയാണ് വരുന്നത്. അതിനൊരു വേറൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അധർമ്മം, അതായത് ഈ ധാർമ്മികതയ്ക്ക് അതുപോലെയുള്ള കുറേ കാര്യങ്ങൾക്ക് ഒരു തകർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ജെന്യുവനായിട്ടൊരു വ്യക്തി നോക്കുമ്പോൾ ഒരാളെ സഹായിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ഭിക്ഷക്കാരനെ ആയാലും അല്ലെങ്കിൽ മറ്റേത് വ്യക്തിയെ സഹായിക്കുമ്പോൾ അതെല്ലാം പലപ്പോഴും അവർക്കൊരു തിരിച്ചടിയായിട്ട് കിട്ടുന്നത്. ഇപ്പൊ പ്രണയത്തിന്റെ കാര്യം എടുത്താലും ഒരാൾ പ്രണയിക്കാൻ പോവുകയാണെങ്കിൽ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തിന് പിന്നിൽ കൂടെ പോകുമ്പോൾ ഒരു പക്ഷേ ഈ ആൾ പ്രണയിക്കുന്ന വ്യക്തി ചതിക്കുകയാണെന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സ്നേഹം തമസ്കരിക്കപ്പെടുകയാണ്. ഇതിനകത്തൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം നേരത്തെ ഒരാൾക്കൊരു സഹായം ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവായിട്ട് വരിക എന്നുള്ളതിനപ്പുറമായിട്ട് വേറൊരു കാര്യം കൂടി അതിനകത്ത് വരുന്നുണ്ട്. അതായത് ഞാൻ ചെറിയ ഒരു എമൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊടുക്കുകയാണെങ്കിൽ അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അതായത് ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ നാലാൾക്കാർ അറിയണം എന്നുള്ളത്. നിങ്ങളുടെ വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയാതിരിക്കട്ടെ എന്ന തത്വങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞ് മൊത്തത്തിൽ ഉള്ള ഒരു കാര്യമായിട്ടല്ല പറയുന്നത്, ചില ആളുകളിലെങ്കിലും അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹജീവികളോടുള്ള കരുണ എന്ന് പറയുന്ന ആ മൂല്യം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആത്മഹത്യകൾ, അതായത് ഹൃദയം തകർന്നുള്ള ഒരു ആത്മഹത്യയായിരുന്നു ആര്യനാട് ഉണ്ടായത്. അവര് ഭർത്താവിനോട് പറയുകയുണ്ടായി, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം അവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള അപമാനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് വളരെ വേദനയോടുകൂടി പറഞ്ഞ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. അതിനെ തുടർന്ന് മാനസിക വ്യഥ എത്രത്തോളം അനുഭവിക്കാൻ കഴിയുമോ അത്രത്തോളം അനുഭവിച്ചതിന് ശേഷമാണ് മരണം എന്ന് പറയുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷെ അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും അതിലൊരു രാഷ്ട്രീയവത്കരിക്കപ്പെടുന്നു. ഒരാളുടെ വ്യക്തി ജീവിതത്തെ രാഷ്ട്രീയവത്കരിക്കപ്പെട്ടിട്ടാണ് പോസ്റ്ററുകൾ ഇറക്കി ഒരു മരണത്തിലേക്ക് വിട്ടത് എന്നുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായും ഈ ഒരു ആര്യനാട് പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വ്യക്തി ആയിരിക്കുമല്ലോ. അപ്പൊ അവരോടുള്ള രാഷ്ട്രീയപരമായ വിരോധം, പക, ഇതെല്ലാം തന്നെ അവരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു.
എന്ത് വന്നാലും നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കൂടപ്പിറപ്പിനെ അല്ലെങ്കിൽ സഹോദരനെ കൂടെ നിൽക്കുന്ന ആളെ താഴ്ചയിലേക്ക് പോകുമ്പോൾ ഒരു കരം നീട്ടി മെല്ലെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ മനുഷ്യൻ എന്ന് പറയുന്ന നമ്മളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ, അതിനൊരു മാനം ലഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അഭയ, എന്താണ് അഭയുടെ മനസ്സിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെ ടച്ച് ചെയ്ത ആ വാർത്ത? തീർച്ചയായും റോജി, തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ നിരപരാധികളായ ഒരുപറ്റം ആളുകൾ കൊല ചെയ്യപ്പെടുന്നു, ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, അവർക്കെതിരെ വളരെയധികം വിവേചനങ്ങൾ നേരിടുന്നു. അത്തരമൊരു സമൂഹമായി ക്രൈസ്തവ സമൂഹം ഇന്ന് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ക്രൈസ്തവർ വളരെയധികം പീഡനങ്ങൾ അനുഭവിക്കുന്ന നൈജീരിയ, പാകിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിലാണെങ്കിലാകട്ടെ, അല്ലെങ്കിൽ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ പോലുള്ള മതേതര രാജ്യങ്ങളിലായിക്കോട്ടെ, ക്രൈസ്തവർ വളരെയധികം പീഡിപ്പിക്കപ്പെടുകയാണ്. ഈ ഓഗസ്റ്റ് 15 നാഷണൽ കമ്മീഷൻ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസിന്റെ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായിരുന്നു. ഹോപ്പ് ബിഹൈൻഡ് ബാഴ്സ് എന്ന് പറയുന്ന ഈ പഠന റിപ്പോർട്ടിൽ പാകിസ്ഥാൻ തടവറകളിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള തടവുകാർ, പ്രത്യേകിച്ച് ക്രൈസ്തവന് നേരിടുന്ന വലിയ രീതിയിലുള്ള പീഡനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വിവേചനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടായിരുന്നു ആ പഠന റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത്. അപ്പൊ ഇതിൽ പറയുന്നതനുസരിച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥരാകട്ടെ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം തടവുകാരാകട്ടെ വളരെ വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥരുടെ നിന്നും അതുപോലെ തന്നെ സഹതടവുകാരായ മുസ്ലിങ്ങളിൽ നിന്നും വളരെയധികം പീഡനങ്ങളും അതുപോലെ തന്നെ വിവേചനങ്ങളും ഈ ക്രൈസ്തവ തടവുകാർ നേരിടേണ്ടി വരികയാണ്. 2015 മാർച്ച് 15 ലാഹോറിൽ നടന്ന ഒരു ഇരട്ട ചാവേർ ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവിടെ 2 മുസ്ലിം ആയിട്ടുള്ള ആളുകൾ മരണമടഞ്ഞിരുന്നു. അപ്പോൾ ഇവരെ ആൾക്കൂട്ടം കൊല ചെയ്തു, വിചാരണ ചെയ്തു എന്നൊക്കെയുള്ള വ്യാജ ആരോപണങ്ങൾ ചുമത്തി 100ഓളം വരുന്ന ക്രൈസ്തവരെ പാകിസ്ഥാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു. അപ്പോൾ ഈ അറസ്റ്റിന് ശേഷം കുറച്ച് നാളുകളിലേക്ക് തന്നെ ഈ ക്രൈസ്തവരെ കുറിച്ചൊന്നുള്ള യാതൊരു ഡീറ്റെയിൽസും ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ മറ്റ് സമൂഹത്തിനോ അറിയില്ലായിരുന്നു. അപ്പൊ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സക്രിയ ജോൺ എന്ന് പറയുന്ന ഒരാളുടെ ഈ തടവറയിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളും ജീവിത സാക്ഷ്യങ്ങളും അയാൾ ഈ റിപ്പോർട്ടിൽ NCJP ആയിട്ട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി പങ്കുവെക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ടോയ്ലറ്റുകളിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ വെള്ളം കുടിക്കാൻ ഈ ക്രിസ്ത്യൻ തടവുകാരെ ഇവര് നിർബന്ധിക്കുമായിരുന്നു. അത് വിസമ്മതിക്കുന്നവരെ ബലം പ്രയോഗിച്ച് വെള്ളം കുടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ജോലി മേഖലകളിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ടോയ്ലറ്റ് വൃത്തിയാക്കുക, അല്ലെങ്കിൽ എത്രമാത്രം ഇവരെ മാറ്റി നിർത്തി വിവേചനം സൃഷ്ടിച്ച് ക്രൈസ്തവ തടവുകാരെ മാത്രം മാറ്റി നിർത്തുക, ഇവരെ പീഡിപ്പിക്കുക, ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ ഇവരെ പീഡിപ്പിക്കുക. ഈ 100 പേരെ ഒരു മുറിയിൽ ഈ 100 തടവുകാരെ ഒന്നിച്ച് പാർപ്പിക്കുക, ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ 100 പേർക്ക് വെറും 6 പാത്രങ്ങൾ മാത്രം നൽകുക, എന്നിട്ട് ഊഴമനുസരിച്ച് ഈ തടവുകാരെ ഭക്ഷണം കഴിക്കാൻ കാത്തു നിൽക്കുന്ന സിറ്റുവേഷൻസ്. ആദ്യ സമയങ്ങളിൽ ഇവരെ കുഷ്ഠരോഗികൾ താമസിച്ചിരുന്ന ഒരു റൂമിലായിരുന്നു, അവരെ പാർപ്പിച്ചിരുന്ന ഒരു സ്ഥലത്താണ് ഈ 100 തടവുകാരെ ഒന്നിച്ച് പാർപ്പിച്ചിരുന്നത്. അപ്പോൾ സിറിഞ്ചുകളും അവരുപയോഗിച്ചിരുന്ന മറ്റു സാധനങ്ങളൊക്കെ ആ റൂമിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ. അത്രമാത്രം വിവേചനം ഈ പാകിസ്ഥാൻ തടവറകളിൽ ക്രിസ്ത്യൻ സമൂഹം നേരിട്ടിരുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ മറ്റ് മുസ്ലിം മതസ്ഥർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ ഇളവുകളോ യാതൊരുവിധ ശിക്ഷാവിധിയിലെ ഇളവുകളൊന്നും തന്നെ നമ്മുടെ ക്രൈസ്തവ തടവുകാർക്ക് ലഭിക്കാത്ത അത്രയും വലിയ വിവേചനം. ഇതിപ്പോ നമ്മുടെ ക്രൈസ്തവ വിശ്വാസിയാണ്, ക്രിസ്ത്യാനിയാണ് എന്നതിന്റെ പേരിൽ മാത്രം അവർ ഇത്രമാത്രം പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മതനിന്ദ കുറ്റങ്ങളുടെ പേരിൽ ഏറ്റവും വലിയ കൊടിയ ശിക്ഷകൾ ചുമത്തുന്ന രാഷ്ട്രങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ള രാജ്യങ്ങളായി കണക്കാക്കപ്പെടുന്നതിൽ ഓപ്പൺ ഡോഴ്സിന്റെ കണക്കിൽ 6ാം സ്ഥാനത്തുള്ള രാജ്യമൊക്കെയാണ്. എന്നിരുന്നാലും ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നതിന്റെ പേരിൽ മാത്രം എന്തുകൊണ്ട് ഇവർക്ക് ഇത്രമാത്രം പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇരുന്ന് പറയുമ്പോൾ ഒരു തടവറയിൽ കിടക്കുന്ന ഒരു ആള് അല്ലെങ്കിൽ ഒരു തടവ് പുള്ളി എന്നൊക്കെ പറയുമ്പോൾ അവിടെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഫീൽ ഒന്നും ചെയ്യില്ല. പക്ഷെ അത് കേരളത്തിൽ ഇന്ന് നമ്മളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് അയാൾ കുറ്റം ചെയ്തതുകൊണ്ടല്ലേ എന്നൊരു പെർസെപ്ഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. പക്ഷേ ഇത് ഒരു തെറ്റും ചെയ്യാതെ ക്രൈസ്തവനായി എന്ന ഒരു പേരിൽ മാത്രം തടവ് ശിക്ഷ അനുഭവിക്കുകയും ആക്ച്വലി ഇവരുടെ മേൽ ചുമത്തപ്പെടുന്ന കുറ്റങ്ങളൊക്കെ വ്യാജമാണ്. ഇവര് മതനിന്ദ ചെയ്തു അങ്ങനെയുള്ള ആരോപണങ്ങളിൽ മേൽ വ്യാജ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവര് തടവറകളിൽ ചെല്ലുന്നത്. അങ്ങനത്തെ കുറ്റം ചുമത്തപ്പെട്ട് തടവറകളിൽ ചെല്ലുന്ന ക്രൈസ്തവരോടാണ് ഇവർ ഇത്രമാത്രം വിവേചനം പ്രകടിപ്പിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ മാത്രം ഇത്രമാത്രം ഇവർ പീഡനം ഏൽക്കുന്നു. ഇതിപ്പോ നമ്മുടെ ഇന്ത്യയിൽ എടുത്തു നോക്കൂ, കഴിഞ്ഞ ഈ ഓഗസ്റ്റ് മാസം തന്നെ ഒഡീഷയിൽ നടന്ന ഒരു കൂട്ട ആക്രമണം, അതായത് 2 ക്രൈസ്തവ സഹോദരരെ അവരവരുടെ
സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ സ്വന്തം കന്നുകാലിയെ വിൽക്കുവാൻ കൊണ്ടുപോകുന്ന മധ്യയാണ് ഗോരക്ഷക് സംഘം വന്ന് ഈ 2 ക്രൈസ്തവ സഹോദരരെ മാരകമായി ക്രൂരമായി ആക്രമിക്കുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ, മതേതര രാഷ്ട്രമായി നമ്മുടെ ഇന്ത്യയിൽ നടന്ന കാര്യമാണ്. ഇന്നലെയാണ് നൈജീരിയയിൽ പ്ലേറ്റോ സംസ്ഥാനത്ത് 28 ക്രൈസ്തവരെ മൃഗീയമായി ഇസ്ലാം തീവ്രവാദികൾ കൊല ചെയ്തത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അമേരിക്കയിൽ നടന്ന മാറ്ററും ഇതുപോലെ തന്നെ. തീർച്ചയായും ഇപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് ചോദിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ഒരു ബോധ്യവുമാണ്. ഈ ബോധ്യത്തിലുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ക്രൈസ്തവ ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിരവധി പ്രതിസന്ധികളാണ് ക്രൈസ്തവനെ കാത്തിരിക്കുന്നത്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ക്രൈസ്തവൻ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് ലോകത്ത്. ക്രൈസ്തവർക്ക് നേരെയാണ് ഇത്രയും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എത്രമാത്രം വിലപ്പെട്ടവരാണ്. നമ്മളെ പോലെ തന്നെയുള്ള നമ്മുടെ സഹോദരനാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ ഇത്രമാത്രം പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും റോജി പറഞ്ഞ പോലെ ഈ കേരളത്തിലിരുന്ന് ഇത് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ അർത്ഥവും വ്യാപ്തിയും നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതും. അപ്പോൾ ഏതായാലും അഭയ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലിരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്കിത് വലിയ പ്രശ്നം ആണോ എന്ന് തോന്നും. പക്ഷേ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ക്രൈസ്തവർ ഏൽക്കുന്ന പീഡനങ്ങൾ, അവർക്ക് നേരെ ഉണ്ടാവുന്ന ആരോപണങ്ങൾ ചെറുതല്ല. ലോകരാഷ്ട്രങ്ങൾ ഇവരുടെ നേരെ കൂടി കണ്ണ് ഓടിക്കേണ്ടത് അത്യാവശ്യമായി വരുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കഥ പറയാം. ഒരു ദിവസം രാത്രിയായി മകൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അധോലോകത്തിൽ ചേരാൻ പോവുകയാണ്. അവിടെ പോയി ഒരുപാട് പണമുണ്ടാക്കി ഞാൻ തിരിച്ചു വരാം. അങ്ങനെ ഈ മകൻ വീടിനകത്തേക്ക് കയറി ഒരു ബാഗിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെയായി ചാടി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു, മോനെ, ഈ അധോലോകം എന്ന് പറയുന്നത് നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അവിടെ കൊലപാതകവും വെടിവെപ്പും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. നിനക്കൊന്നും അറിയില്ലല്ലോ. ഒന്നും പറയണ്ട, ഞാൻ എന്തായാലും പോവുകയാണ്, ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് മകൻ ചാടി പുറത്തേക്ക് ഇറങ്ങിയ അതേ വേഗതയിൽ തന്നെ ഇവൻ തിരിച്ചു കയറി. അപ്പം അമ്മ ചോദിച്ചു, നീ അധോലോകത്തിലേക്ക് പോകുന്നില്ലേ? അപ്പം മകൻ പറഞ്ഞു, എന്നോട് ചോദിക്കാതെ ആരാണ് പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്തതെന്ന്. പലപ്പോഴും നമ്മളും ഇങ്ങനെയാ, പല കാര്യങ്ങളും തീരുമാനം എടുക്കുകയും ചാടി പുറപ്പെടുകയും ചെയ്യും. പക്ഷേ അത് എന്താണെന്ന് പഠിക്കുകയോ വരും വരായികളെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യില്ല. ചാടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഉണ്ടാകുന്ന കോൺസിക്വൻസസ് തിരിച്ചറിയുക. അപ്പോൾ തിരിച്ചു പോരേണ്ടി വരും. എന്ത് കാര്യത്തിലേക്കും ഇറങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും അതിൻ്റെ പ്രതിബന്ധങ്ങൾ എന്തെല്ലാമെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഈ ആഴ്ചയിലെ ചെങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.